പാർട്ടി വിരുദ്ധരുടെ കളിപ്പാവകളായി സ്വയം തീപ്പന്തമാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടുള്ള അനേകായിരം മിന്നാമിനുങ്ങും നുറുങ്ങുവെട്ടങ്ങളെ കേരളത്തിലെ CPIM ഇപ്പോഴല്ല 957 മുതൽ ഐക്യ കേരളത്തിൻ്റെ രൂപീകരണ ചരിത്രം മുതൽ ഇന്നേ വരെ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. നിരവധി പേരെ അഭിസംബോധന ചെയ്തിട്ടുണ്ട്. സ്വയം തീപ്പന്തമാണെന്ന് തെറ്റിദ്ധരിച്ച് മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങുവെട്ടത്തോളം പോലും വെളിച്ചമില്ലാതെ പോയ എത്രയെത്ര ആളുകളുടെ ചരിത്രത്താൽ രക്തപങ്കിലമാണ് നമ്മുടെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം. അതുകൊണ്ട് ഇപ്പോൾ തീപ്പന്തമാണെന്ന് സ്വയം കരുതുന്ന ഈ മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങുവെട്ടങ്ങളെ ഒന്നും ഞങ്ങൾക്ക് പരിഗണിക്കേണ്ടതേയില്ല. അവർക്കൊന്നും കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ CPIMൻ്റെ ശത്രുവാകാനുള്ള വലിപ്പം പോലും ഉള്ളതായി ഞങ്ങൾ കരുതുന്നതുമില്ല. പാർട്ടി ജനങ്ങളുമായി സഹകരിച്ച് ജനങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെട്ട് അവരുടെ വിശ്വാസത്തിലെടുത്ത് വർദ്ധിത കരുത്തോടുകൂടെ കൂടുതൽ മുന്നേറ്റത്തോടുകൂടെ തന്നെ യാത്ര അപങ്കുരം തുടരും. ഒരു സംശയവും വേണ്ടതില്ല. ശ്രീ ജെക്സി തോമസ്, മിത്രമാകാൻ മാത്രം പ്രാധാന്യം പാർട്ടി കണ്ടുപിടിച്ച ഒരാൾക്ക് ശത്രുവാകാൻ ക്വാളിഫിക്കേഷൻ ഇല്ലാതെ പോകുന്നത് എങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ എന്നുള്ളതൊരു ചോദ്യമാണ്. ഇപ്പോ അവനവന്റെ രാഷ്ട്രീയ ബോധ്യത്തിൽ നിന്നാണ് PV അൻവർ പറയുന്നത് ഞാനൊരു തീപ്പന്തമാകുമെന്ന്. ഒരാളുടെ രാഷ്ട്രീയ ബോധ്യത്തെ മറ്റൊരു രാഷ്ട്രീയ ബോധ്യത്തിൽ നിന്ന് നമുക്ക് ചോദ്യം ചെയ്യാൻ കഴിയില്ല. അത് ജനാധിപത്യവുമല്ല. എങ്ങനെയാണ് PV അൻവർ ഒരു ചെറിയ മനുഷ്യനാണ് എന്ന് തള്ളി പറയാൻ കഴിയുന്നത് ഇത്രകാലവും കൂടെ നിന്ന പാർട്ടിക്ക്? തീർച്ചയായും അങ്ങയുടെ ചോദ്യത്തിൻ്റെ ചില ഭാഗങ്ങളെങ്കിലും പ്രസക്തമാണ്, വസ്തുതാപരമായി ശരിയുമാണ്. അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിന്തുണയോട് കൂടിയിട്ടാണ് പലതവണ അവിടെ തന്നെ മത്സരിച്ച് പരാജയപ്പെട്ട ചരിത്രമുള്ള ഇപ്പോഴത്തെ നിലമ്പൂർ MLA വിജയിച്ച ജനപ്രതിനിധിയായി കേരള നിയമസഭയിലേക്ക് നടന്നു കയറുന്നത്. അദ്ദേഹം ഒട്ടൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമീപനങ്ങളോട് ചേർന്നാണ് മഹാഭൂരിപക്ഷ ഘട്ടങ്ങളിലും പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴെത്തുമ്പോഴോ അദ്ദേഹം തുടർച്ചയായി വാർത്താ സമ്മേളനങ്ങൾ നടത്തുന്നു. ഈ വാർത്താ സമ്മേളനങ്ങൾ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പുതിയ മിത്രങ്ങൾ ആരൊക്കെയാണെന്ന് ഇന്ന് രാവിലെ മുതൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. അദ്ദേഹത്തിൻ്റെ പുതിയ മിത്രങ്ങൾ ആരൊക്കെയാണ് എന്ന്. അദ്ദേഹം ഇടതുമുന്നണിയുടെ ഒരു MLA ആയി കേരള നിയമസഭയിലേക്ക് നടന്നെത്തിയ കാലം മുതൽ ഇന്ന് വരെ കേരളത്തിലെ പൊതുവിൽ മുഖ്യധാരാ മാധ്യമങ്ങൾ അദ്ദേഹത്തോട് സ്വീകരിച്ചിരുന്ന സമീപനം എന്തായിരുന്നു? പലപ്പോഴും ഇത്തരത്തിലുള്ള വൈകുന്നേര ചർച്ചകളിലെ മുഖ്യ കഥാപാത്രമായി ഇപ്പോഴത്തെ നിലമ്പൂർ MLA വന്നിട്ടുണ്ട്. ഇന്ന് തോളത്ത് കൈയിട്ട് നിൽക്കുന്ന നിലമ്പൂർ MLAയുടെ തോളത്ത് കൈയിട്ട് നിൽക്കുന്ന പല മാധ്യമ സുഹൃത്തുക്കളും പല മാധ്യമ സ്ഥാപനങ്ങളും അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള പട്ടങ്ങൾ എന്തൊക്കെയായിരുന്നു? നിലമ്പൂർ MLA ഒരു കള്ളനാണ്, നിലമ്പൂർ MLA ഒരു കയ്യേറ്റക്കാരനാണ്, നിലമ്പൂർ MLA റിസോർട്ട് മാഫിയയുടെ ആളാണ്, നിലമ്പൂർ MLA ഭൂമാഫിയയുടെ ആളാണ്, നിലമ്പൂർ MLAക്ക് മലപ്പുറം കേന്ദ്രീകരിച്ച് മറ്റു പല അവിശുദ്ധ ബന്ധങ്ങളുണ്ട്, നിലമ്പൂർ MLAക്ക് മലപ്പുറത്തും മറ്റു പല അവിശുദ്ധ ബിസിനസ് കച്ചവട തന്ത്രങ്ങളും ഏർപ്പാടുകളുമുണ്ട്. അങ്ങനെ കയ്യേറ്റക്കാരനും കള്ളനും ഭൂമാഫിയക്കാരനും റിസോർട്ട് മുതലാളിയും ഒക്കെയായിരുന്ന നിലമ്പൂർ MLA CPIMനെ എതിർക്കുന്നു എന്നുള്ളതോടുകൂടെ ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് പരിപൂർണമായി ഞാൻ തള്ളിപ്പറയുന്നു, അങ്ങോട്ടേക്കില്ല എന്ന് ഇന്നലെ രാത്രി നടത്തിയ പ്രഖ്യാപനത്തോടുകൂടെ പുതിയ സുഹൃത്തുക്കൾ അദ്ദേഹത്തെ തേടിയെത്തുകയാണ്. ആരൊക്കെയാണ് അദ്ദേഹത്തെ തേടിയെത്തിയ പുതിയ സുഹൃത്തുക്കൾ? ഇന്ന് രാവിലെ നോക്കുമ്പോൾ പോക്സോ കേസിൽ പ്രതികളായി എന്ന് പലപ്പോഴും ആരോപണം നേരിടേണ്ട വന്ന ചാനലിന്റെ ക്യാമറ സംഘം ഇന്ന് അദ്ദേഹത്തിന്റെ അടുക്കളയിലാണ്, അദ്ദേഹത്തോടൊപ്പം ചായ കുടിക്കുകയാണ്. അഖില ലോക അലവലാതിയായി നമുക്ക് എല്ലാവർക്കും വിലയിരുത്താൻ കഴിയുന്ന മറുനാടൻ മലയാളി അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ട് ഇന്ന് പ്രതികരണങ്ങൾ നടത്തുകയാണ്. അതായത് നിങ്ങൾ ഇടതുപക്ഷ വിരുദ്ധരായാൽ, നിങ്ങൾ ലക്ഷണമൊത്തൊരു CPIM വിരുദ്ധനായാൽ നിങ്ങളെ സ്വീകരിക്കാൻ കേരളത്തിൽ പോക്സോ കേസിൽ പ്രതികളായവരുടെ ചാനൽ മുതൽ മറുനാടൻ മലയാളി വരെ ഉണ്ട് എന്നുള്ളത് നിലമ്പൂർ MLAയിലൂടെ തന്നെ ഇന്ന് കേരളം കാണുകയാണ്. ഞാൻ ഈ ഒരൊറ്റ ചോദ്യം കൂടി അങ്ങോട്ട് ചോദിച്ചതിന് ശേഷം മറ്റതിലേക്ക് പോകാം. അവിടെ ഒരു സാദൃശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെപ്പോൾ ഇടതുവിരുദ്ധനാകുന്നു അല്ലെങ്കിൽ ഇടതിന് CPIMന് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നു, അപ്പോൾ നിങ്ങൾ സ്വർണ്ണക്കടത്തുകാർക്ക് വേണ്ടി സംസ്ഥാനത്തെ പോലീസിന്റെ മനോവീര്യം തകർക്കുന്നവരാകും. അപ്പോൾ നിങ്ങൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയിൽ നിന്ന് അനഭിമതമായ കാര്യങ്ങളിൽ ഇടപെടൽ തേടി അത് കിട്ടാതാകുമ്പോൾ പലതും വിളിച്ചു പറയുന്നവരാകും എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ നിന്നാണ്. എത്ര കാലം ഈ പറയുന്ന മാധ്യമങ്ങളും PV അൻവറും തമ്മിൽ ഇപ്പോഴും എന്തെങ്കിലും തരത്തിലുള്ള ഒരു അടുപ്പ കൂടുതലുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ആദ്യ വാർത്താ സമ്മേളനത്തിന് വരുമ്പോൾ PV അൻവർ മാധ്യമങ്ങളോട് പറയുന്നത് ഞാനും നിങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ്. പ്രശ്നമുണ്ടെന്ന് അൻവറിനും തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് എന്നിടത്തു നിന്നാണ് ഞാനതൊക്കെ പറയുന്നത്. പക്ഷെ അവിടെ നിന്ന് PV അൻവർ പറഞ്ഞ കാര്യങ്ങൾ ചോദ്യങ്ങളായിട്ടാണ് ഞാൻ എന്തായാലും അല്ലെങ്കിൽ മാതൃഭൂമി എന്തായാലും ഉന്നയിച്ചിട്ടുള്ളത്, സ്റ്റേറ്റ്മെന്റുകളായിട്ടല്ല എന്നുള്ളതാണ് എൻ്റെ ഉറച്ച ബോധ്യം.
അപ്പോൾ മുഖ്യമന്ത്രിയാണ് പറയുന്നത് ഈ മാധ്യമങ്ങൾ പി വി അൻവറുമായി ഉടക്കിയ കാലത്ത് നിങ്ങൾക്കും അദ്ദേഹത്തിനും തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾക്കത് പ്രശ്നമാകും എന്ന് രാഹുൽ ഗാന്ധിയുടെ DNA ബന്ധപ്പെട്ട വിവാദമുണ്ടായ സമയത്ത് മുഖ്യമന്ത്രി പ്രതിരോധിച്ചത് അങ്ങനെയാണ്. അപ്പൊ രാഷ്ട്രീയമായ അത്തരം പ്രതിരോധം ഉയർത്തിയിരുന്ന മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തെ ലോബിയിങ് നടത്തുന്നവനാക്കിയത്. കള്ളക്കടത്ത് സംഘങ്ങൾക്ക് വേണ്ടി ഒരറ്റം കടന്ന് കേരള പോലീസിന്റെ ആത്മവീര്യം തകർക്കാൻ ഇറങ്ങി പുറപ്പെടുന്നവനായി ചിത്രീകരിച്ചതൊക്കെ. അപ്പോ അതൊരു താരതമ്യമാണ് അല്ലെ ശ്രീ ജേക്സി തോമസ്? തീർച്ചയായിട്ടും അങ്ങേക്ക് ഇങ്ങനെ വ്യാഖ്യാനിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. കാരണം നമ്മളൊക്കെ പൗരന്മാരായി ഇന്ത്യ രാജ്യത്ത് സ്വതന്ത്ര അഭിപ്രായ പ്രകടനം നടത്താനുള്ള അവകാശത്തോടു കൂടെ ജീവിക്കുന്നവരാണല്ലോ. പക്ഷെ പ്രത്യേകത എന്താണ്? ഒരു ചെറിയ പ്രശ്നമുണ്ട് ആങ്കർ. എന്താണ്? അങ്ങ് ഏകപക്ഷീയമായി ചില പ്രത്യേക ഘട്ടങ്ങളെ മാത്രം മുറിച്ചെടുത്തിട്ടാണ് അങ്ങ് വ്യാഖ്യാനിക്കാൻ വേണ്ടി ശ്രമിച്ചത്. അതേ മുഖ്യമന്ത്രി ഇന്ന് പരസ്യമായി CPIM-ന്റെ ബന്ധം അവസാനിച്ചു എന്ന് ഇന്നലെ നിലമ്പൂർ MLA വാർത്താ സമ്മേളനത്തിന് ശേഷം ഇന്ന് ഞങ്ങൾക്ക് പ്രഖ്യാപിക്കേണ്ട വന്ന ഘട്ടത്തിൽ ഞങ്ങളുടെ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ ഇന്ന് രാവിലെ ന്യൂഡൽഹിയിൽ കേരള ഹൗസിൽ വെച്ച് നിങ്ങളെ വീണ്ടും കണ്ടു. നമ്മളുടെ വിഷയം അങ്ങയുടെ ചോദ്യത്തിന്റെ ഭാഗമായി അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഇദ്ദേഹം ഉയർത്തിയ പ്രശ്നങ്ങളെ സംബന്ധിച്ചാണ്, അതിന്റെ മെറിറ്റാണ് നമ്മളുടെ പ്രശ്നമെങ്കിൽ ആദരണീയനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി അങ്ങ് നടത്തിയ പ്രതികരണങ്ങളോടൊപ്പം ചേർത്ത് പറഞ്ഞ പ്രധാനപ്പെട്ട ഭാഗം എന്തേ അങ്ങ് വിട്ടുപോയി? അതിലെ സുപ്രധാനമായ ഒരു ഭാഗം എന്താണ്? നിലമ്പൂർ MLA എവിടെ നിൽക്കുന്നു എന്നുള്ളത് പ്രശ്നമല്ല. അദ്ദേഹം ഉയർത്തിയ കാര്യങ്ങളും ഇപ്പോൾ കേരളത്തിലെ സർക്കാർ നിയോഗിച്ചിട്ടുള്ള എല്ലാ അന്വേഷണങ്ങളും ഒരു തടസ്സവും കൂടാതെ അപങ്കുര മനസ്യൂതം അങ്ങനെ തന്നെ മുമ്പോട്ടേക്ക് പോകും. ആ അന്വേഷണത്തിന്റെ ഭാഗമായി ഇതിനോടകം ആരൊക്കെ കണ്ടുകെട്ടപ്പെട്ടു, എത്രയൊക്കെ ഏമാന്മാർക്ക് തൊപ്പിതെറിക്കപ്പെട്ടു, ഏതൊക്കെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് സ്ഥലമാറ്റം നേരിടേണ്ടതായി വന്നു, ഏതൊക്കെ ജില്ലാ പോലീസ് മേധാവിമാർക്ക് തൊപ്പി ഊരി വെച്ച് വീട്ടിൽ പോയിരുന്ന് ഇപ്പോഴത്തെ ഈ ചർച്ച ഇരുന്ന് കാണേണ്ടതായി വന്നു. ഇതൊക്കെ ആര് സ്വീകരിച്ച നടപടിയാണ്? ഈ നിലമ്പൂർ MLA ന്യായമാണ് എന്ന് തോന്നിയ കാര്യങ്ങൾ കേരളത്തിൽ നിങ്ങളുടെ മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടെ കേരളീയ പൊതുസമൂഹത്തിന് മുമ്പിൽ ഉയർത്തിയപ്പോൾ ആ കാര്യങ്ങൾ ആരുയർത്തുന്നു എന്നതിനപ്പുറം ആ വിഷയത്തിൽ മെറിറ്റ് ഉണ്ടോ എന്ന് പരിശോധിച്ച നടപടിയിലേക്ക് നീങ്ങിയ ഗവൺമെന്റാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഞാൻ ശ്രദ്ധയിലേക്ക് ഒരൊറ്റ കാര്യം മാത്രം ചൂണ്ടിക്കാണിക്കുന്നു. ആ താരതമ്യവും മാധ്യമങ്ങൾക്ക് അർഹമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നിലമ്പൂർ MLA PV അൻവർ എവിടെ നിന്നു എന്നോ അല്ലെങ്കിൽ അദ്ദേഹം മാധ്യമങ്ങളോട് മാധ്യമപ്രവർത്തകരെ വ്യക്തിപരമായി പോലും മുൻപും ആക്രമിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും പരിഗണിച്ചല്ല മാധ്യമങ്ങളും അദ്ദേഹം എന്തു പറയുന്നു എന്നതിന്റെ മെറിറ്റ് എടുത്തുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചത്. മാത്രമല്ല PV അൻവർ ഊഴമിട്ട് പല മാധ്യമങ്ങളിലും ഇരിക്കുമ്പോൾ അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങളിലെ തന്നെ ഘടകവിരുദ്ധത, മുമ്പ് മുഹമ്മദ് റിയാസിനെ പറ്റി അദ്ദേഹം ഇട്ട പോസ്റ്റുകൾ, ഇപ്പോൾ പറയുന്ന നിലപാടുകൾ, ഇതൊക്കെ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പൊ CPM സംരക്ഷിച്ചതുപോലെ തന്നെ ഇപ്പോൾ മാധ്യമങ്ങൾ സംരക്ഷിക്കുന്നു എന്ന് പറയുന്നതിൽ ഒരു താരതമ്യമുണ്ട്. പണ്ട് എങ്ങനെയാണത് വിരുദ്ധപക്ഷത്ത് നിന്നത് എന്നത് അങ്ങ് ചൂണ്ടിക്കാണിക്കുന്നതിന് ഒരു താരതമ്യമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു വെച്ചു എന്നേ ഉള്ളൂ. ഞാൻ അങ്ങനെയൊക്കെ വരാം.